മാറ്റം ആവശ്യമാണ് എന്നറിയുമ്പോഴും എന്തു മാറ്റണമെന്നറിയാതെ മുന്നോട്ട് പോകാനാകും. ഇതാണ് ഇന്നത്തെ പ്രമേയം. ആത്മയാനം ക്ലിയർലി ട്രാൻസ്ഫോംസ് ബോഡി, മൈൻഡ്, ഹാബിറ്റ്സ് ആൻഡ് കോൺഷ്യസ്നെസ് ഫോർ റൈറ്റ് ലിവിംഗ്. ആത്മയാനം മാറ്റവും പരിവർത്തനവും, അതാണ് ഇന്നത്തെ വിഷയം. അതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ ആവശ്യമായ ശാരീരിക, മാനസിക, ശീലപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശീലങ്ങളും ചിന്തകളും എങ്ങനെ പുനഃക്രമീകരിക്കാം? സാധാരണ മാറ്റങ്ങളെക്കാൾ ഉയർന്ന ഗുണപരമായ മാറ്റങ്ങൾ എന്താണ് എന്നുള്ളവയാണ്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുവാനാകട്ടെ. ഇന്നത്തെ ഈ വിഷയം ആത്മയാനം കൊണ്ടുള്ള മാറ്റവും പരിവർത്തനവും എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം മാറ്റം ആവശ്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്ത് മാറ്റണം എന്ന് വ്യക്തതയില്ലാതെ നമുക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകാനാവുക? അവിടെയാണ് ആത്മയാനം ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. എവിടെയല്ല, ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നമുക്ക് മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് അകത്തേക്കുള്ള യാത്രയാണ് ആത്മയാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ പുറത്തുണ്ടാവും. അപ്പോൾ ആ ഒരു പരിവർത്തനം സംഭവിക്കണമെങ്കിൽ, മാറ്റം സംഭവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? നമ്മളെ അറിയുന്നത് ഈ ശരീരം കൊണ്ടാണ്. ഈ ശരീരം വെച്ചിട്ടാണ് ഞാനെന്ന് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെയാണ് ശരീരത്തിനകത്തുള്ള മറ്റ് ചിന്തകൾ, തോന്നലുകൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. ശരീരത്തെ മനസ്സിലാക്കാനുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മെ മനസ്സിലാക്കാനുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പോ ശരീരത്തിന്റെ മാറ്റമാണ് അടിസ്ഥാനപരമായ മാറ്റം നമുക്ക് വേണ്ടത്. എന്നുവെച്ചാൽ പ്രാഥമികമായ മാറ്റം നമുക്ക് വേണ്ടത്. അപ്പോൾ ശരീരം നല്ല രീതിയിലായിരിക്കണം. ശരീരം വെൽ ട്യൂൺഡ് ആയിരിക്കണം. ആ വെൽ ട്യൂൺഡ് ആകണമെങ്കിൽ ആദ്യം ഭക്ഷണം, നമ്മളതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പലതവണ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആത്മയാനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ശരിയായ ഭക്ഷണം കഴിക്കുക, മനുഷ്യന് പറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ശീലിച്ച ഭക്ഷണം കഴിക്കുക. പുതിയ ഭക്ഷണ രീതികളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. മനുഷ്യന്റെ ഒറിജിനലായിട്ട് ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൂട്ട്സും പ്രാദേശിക വിഭവങ്ങളുമാണ്. അത് കഴിക്കുക. പിന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ കഴിച്ചു വരുന്ന ഭക്ഷണം, നമ്മുടെ കുലം, നമ്മുടെ ഗോത്രം എന്താണോ സ്ഥിരമായിട്ട് കഴിച്ചു വരുന്നത് ആ ഭക്ഷണം കഴിക്കുക. അതും ഒരുപാട് തവണ കഴിക്കരുത്, 2 തവണ കഴിക്കുക. പിന്നെ പകൽ വെളിച്ചത്തിൽ മാത്രം കഴിക്കുക. അങ്ങനെ ഭക്ഷണം ജീവനുള്ളപ്പോ കഴിക്കുക. അത് പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകുന്നതിന് മുമ്പ് കഴിക്കുക. ഒരു 1-2 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ കഴിക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുന്നത്. ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, മനസ്സിന് സംതൃപ്തി നൽകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോ സംതൃപ്തി നൽകാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് സംതൃപ്തിയുള്ള ഭക്ഷണം കഴിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ വേണ്ടത് എന്താണ്? ഭക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വ്യായാമം എന്നുള്ളത്. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ അവയവങ്ങളും പ്രവർത്തനക്ഷമമായിട്ടാണ്, പ്രവർത്തനകരമാകാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവയെ നമ്മൾ ആധുനിക ജീവിതശൈലി കൊണ്ട് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാത്തരം അവയവങ്ങൾക്കും, ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അവയുടെ മിനിമം ധർമ്മം നിർവഹിക്കാനുള്ള വേദി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവ സ്വാഭാവികമായി പ്രവർത്തിച്ച് ശരീരത്തിന്റെ കേടുപാടുകളെ മാറ്റാനുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ശരീരത്തിന് അനുചിതമായ മാലിന്യങ്ങളെ കളയുകയും ഒക്കെ ചെയ്യും. ഇനിയോ, ഇപ്പൊ നമ്മൾ പോഷണം കൊടുത്തു, ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിച്ചു. ഇനി ശരിയായ രീതിയിൽ പുനഃസജ്ജീകരിക്കാനുള്ള വേദി ഉണ്ടാക്കി കൊടുക്കണം. അതിനെയാണ് വിശ്രമം എന്ന് പറയുക. ഉറക്കം കൃത്യമായിട്ടുണ്ടാകും. സൂര്യപ്രകാശം പോയി കഴിഞ്ഞാൽ അധികം കഴിയാതെ കിടന്നുറങ്ങണം എന്നാണ്. നമ്മളിപ്പോൾ 12-1 മണിയും വരെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് ഒരു 9 മണിക്ക് മുമ്പാക്കുക ഉറക്കം. അതുപോലെ തന്നെ ജീവികളെല്ലാം, പക്ഷികളെല്ലാം ഉണരുന്ന ഒരു കാലം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഉണരുക. അപ്പോൾ നമ്മളും പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ആ രാവിലെ ഉണരാൻ പറയുന്നത്. പക്ഷെ അതിനിടയിലുള്ള സമയം വൃത്തിയായിട്ട് ഉറങ്ങുക. അങ്ങനെ ഉറക്കം കിട്ടണമെങ്കിൽ നമ്മളെ ഭൂമിയുമായിട്ടുള്ള ബന്ധം പകൽ സ്ഥാപിച്ചിട്ടുണ്ടാവണം. ചെരുപ്പൊന്നും തട്ടാതെ ഭൂമിയായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം. വെയിൽ കൊണ്ടിരിക്കണം.
വിയർത്തിരിക്കണം, അങ്ങനെ മിനിമം ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കിടക്കുന്ന സമയത്ത് മെലാറ്റോണിൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് ശരീരം കൃത്യമായിട്ടുള്ള ഉറക്കം തരും. ആ ഉറക്കം ഭംഗം വരാതിരിക്കണമെങ്കിൽ രാത്രിയിൽ കഠിനമായ ഭക്ഷണം കഴിക്കാതിരിക്കുക, അനുചിതമായ കാര്യങ്ങൾ തലയിട്ട് കുഴപ്പിക്കാതിരിക്കുക, തലയിൽ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ ഇരുന്ന് സെറ്റിൽ ചെയ്ത് സെഡിമെന്റ് ചെയ്യാനുള്ള ധ്യാനാവസ്ഥകളിലൂടെ കടന്നു പോവുക. അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ഭക്ഷണവും ഉറക്കവും വ്യായാമവും എല്ലാം കൃത്യമായിട്ട് നടന്നുകൊള്ളും. അപ്പൊ ഇത് ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്ത് പറഞ്ഞു തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവയിലൂടെ ശാരീരികമായ ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ പറയണ്ടല്ലോ, ഇപ്പോൾ ശീലങ്ങളൊക്കെ പോകാതിരിക്കുക, അമിതമായി പ്രവർത്തിപ്പിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് മാനസികമാണ്. മാനസികമായ മാറ്റം നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്? ചിന്താശൈലിയിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. ചിന്താശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പാറ്റേൺ, അതിന് നമ്മൾ നിരീക്ഷിച്ചാലേ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പ്രതികരണാത്മകമായിട്ടാണോ ചിന്തിക്കുന്നത്, അതോ മുൻകരണാത്മകമായിട്ടാണോ ചിന്തിക്കുന്നത്, അത് റിയാക്റ്റീവ് ആയിട്ടാണോ പ്രൊവാക്റ്റീവ് ആയിട്ടാണോ? റിയാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഉടനെ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. മുൻകർമാത്മകം എന്ന് വെച്ചാൽ അത് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് മുമ്പേ തന്നെ തയ്യാറായിരിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു കാര്യമുണ്ട്. ഒരു കാര്യം വന്ന് നമ്മൾ ഉചിതമല്ലാത്ത ഒരു കാര്യം മുമ്പിൽ വന്ന ഉടനെ പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് നിർത്തി, ഒന്ന് വിശകലനം ചെയ്ത് എന്നിട്ട് പ്രതികരിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ചിന്തയുടെ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഏതൊക്കെ വിധത്തിലാണ്, അതിന്റെ ചില ടൂളുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമ്മുടെ വികാരങ്ങളാണ്. ഈ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ വികാരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അകത്തോ പുറത്തോ ഉള്ള പരിസരത്തിലുള്ള വ്യത്യാസത്തിനോട് അല്ലെങ്കിൽ പരിസരം നൽകുന്ന സംജ്ഞകളോട് ശരീരം കാണിക്കുന്ന പ്രതികാലാവസ്ഥയാണ്. വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഒരു പ്രത്യേക കാലാവസ്ഥ ഉണ്ടാവുന്നു. അതെപ്പോഴാണ് അത് ഉണ്ടാകുന്നത്? ശരീരത്തിന്റെ അകത്തോ പുറത്തോ ഉള്ള പരിസരം ശരീരത്തോട് ഒരു പ്രത്യേക രീതിയിൽ സംവദിക്കുന്ന സമയത്ത് അതിനോട് പ്രതിനില കൊള്ളുന്ന അവസ്ഥയാണ്. അതാണ് വികാരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമ്മൾ ആ പ്രതിനില കൊള്ളുവാനുള്ള പാകം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ ക്ഷുഭിതമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ മോശമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ വീക്കായിട്ടായിരിക്കും അതിനോട് പ്രതികരിക്കുക. അതിനോട് ശരിയായ രീതിയിൽ സമരസപ്പെട്ടു നിന്നുകൊണ്ടുള്ളൊരു പ്രതികരണം നമ്മൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ പ്രതികരണങ്ങളെ വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. പ്രതികരണങ്ങളെ വിറ്റ്നസ് ചെയ്തിട്ട് അവയെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കി, ഇപ്പൊ സന്തോഷമാണെങ്കിൽ സന്തോഷത്തിന്റെ ഒന്നാണ്, ഞാൻ സന്തോഷിക്കുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് അവിടെ വയ്ക്കുക. അപ്പൊ നമുക്ക് സന്തോഷം അധികമാവില്ല. ദുഃഖിക്കുന്നു ഇരിക്കട്ടെ, അപ്പൊ നമുക്ക് ദുഃഖം വരുന്നു, അത് ഇന്ന കാറ്റഗറിയിൽ പെട്ടതാണെന്ന് കരുതി അതിനെ മാറ്റി അതിനെ ബ്രാക്കറ്റ് ചെയ്യുക. അങ്ങനെ ബ്രാക്കറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദുഃഖം നമ്മുടെ ഒരു നിരീക്ഷിത വസ്തുവാണ്, നമ്മൾ ദുഃഖത്തിന് സാക്ഷിയാണ്. പക്ഷെ ദുഃഖം നമ്മളെ ബാധിക്കില്ല. ഈ വിധത്തിലാണ് വൈകാരിക ബുദ്ധി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. വൈകാരിക പക്വത, വൈകാരിക ബുദ്ധി, പിന്നെ വൈകാരിക സൗന്ദര്യം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തു പോകുന്നത്. അത് ഈ ആത്മയാനത്തിന്റെ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ആ പരിശീലനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനസ്സെന്നുള്ളത് നമ്മൾ അങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചു. മനസ്സിനെ റെഗുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മനസ്സിന്റെ സുതാര്യത ഒരുക, മനസ്സിന്റെ ക്വാളിറ്റി കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ആ ചെയ്യുന്നതിന് പല രീതിയിലുള്ള പ്രാക്ടീസുകളുണ്ട്. ധ്യാനങ്ങളുണ്ട്, പ്രാണ ചലനങ്ങളുണ്ട്, ഈ പ്രാണന്റെ ഇടം വലം പ്രയോഗങ്ങളുണ്ട്, ഇടത്തും വലത്തും പ്രാണൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള പ്രയോഗങ്ങളുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം പ്രാണനത്തിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഇതിന്റെ ഭാഗമാണ്. പിന്നെയുള്ളതാണ് ശീലപരമായ മാറ്റങ്ങൾ. നമ്മൾ പലതരം ഹാബിറ്റുകളിലൂടെ പെട്ടുപോകുന്നവരാണ്. അത് താളാത്മക സ്വഭാവമുള്ളവരാണെങ്കിൽ ആ നിൽക്കുന്ന ആ ഒരു ശീലത്തിൽ തന്നെ ഉറച്ചു നിൽക്കും, അതൊന്നും മാറുകയേയില്ല. ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു പശിമ സ്വഭാവം. നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെരുപ്പിട്ടിട്ട് മറ്റേ വെയിലത്ത് ഉരുകി കിടക്കുന്ന റോഡിൽ പോയി ചവിട്ടിയാൽ കാല് പെട്ടത് എടുത്താൽ പോരില്ല, നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവിടെ ഒട്ടും. അപ്പൊ അതുപോലെ നമുക്ക് ശീലങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാതെ ഒട്ടി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് താളാത്മകമായ സ്വഭാവമുള്ളവർക്കാണ് ഇത് ഗുണകരമാണ്. ഇപ്പോ റോഡിന്റെ മുകളിൽ ചെരുപ്പൊട്ടി എന്നുള്ളത് ശരി,
ടയർ റോഡിന്റെ മുകളിൽ ഗ്രിപ്പ് ഇല്ലാതെ പോവുകയാണെങ്കിൽ വണ്ടികളെല്ലാം മറിഞ്ഞു വീഴും അല്ലേ? അങ്ങനെയുള്ള റോഡുകൾ ഉണ്ടാക്കുമ്പോൾ വണ്ടികൾ മറിഞ്ഞു വീഴാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളോട് ചെറിയ ഒട്ടൽ ഉണ്ടാകണം, ഒട്ടും ഉണ്ടാകാതെ ഇരിക്കരുത്. അപ്പൊ യൗക്തികമായി പോകുമ്പോൾ നമ്മൾ ബുദ്ധിയുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന സമയത്ത് ഇത് വിട്ടുപോകും, ഈ ചേർന്ന് നിൽക്കാനുള്ള പ്രവണത വിട്ടുപോകും. അപ്പോഴും പുലിവാലാണ്. അപ്പൊ കൂടുതൽ ഒട്ടൽ ഉണ്ടായാലും കൂടുതൽ വിട്ടു നിന്നാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മളവിടെ മറ്റു തരം ചില രീതികൾ പരിശീലിക്കേണ്ടതുണ്ട്. അത് താളാത്മകരായിട്ടുള്ള ആളുകൾക്ക് ഒരു വിധത്തില്, യുക്തിയാത്മകരായിട്ടുള്ളവർക്ക് മറ്റൊരു വിധത്തില്. പക്ഷെ ഇവർക്ക് എന്താണെങ്കിലും തന്നെ ഇവര് പുതിയ ചില ക്രമീതശീലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? താളാത്മകരാണോ, യൗക്തികരാണോ, അതിന്റെ സാധ്യത എന്താണ്, പരിമിതി എന്താണ്, ഈ ഓരോ വിഭാഗത്തിലും നിൽക്കുന്ന ആളുകൾ ഏത് വിധത്തിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനെ നിരീക്ഷിക്കണം, അതിനെ കൃത്യമായി ബോധ്യം വരണം. അതിനുശേഷം അത് നമ്മുടെ ശീലങ്ങളിൽ പല വിധത്തിലുള്ള ശീലമാറ്റങ്ങളിലൂടെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ശിക്ഷിതാവബോധത്തിലും സഹജാവബോധത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലും ഒക്കെ നമുക്ക് മാറ്റം വരും. ഇത് തന്നെ നമ്മുടെ പെരുമാറ്റപരമായ കാര്യങ്ങളിലും മാറ്റം വരും. ഇതിന്റെ റിഫ്ലക്ഷൻ, ശീലം എന്നുള്ളത് അകത്തളങ്ങളിലാണ് ഉണ്ടാവുന്നതെങ്കിൽ, ഉപബോധത്തിനും അകത്ത് അവബോധ മനസ്സിലാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇത് പ്രകടമാകുന്നത്, ഈ ശീലങ്ങൾ പലപ്പോഴും പ്രകടമാകുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളുടെ രൂപത്തിലാണ്. അത് പെരുമാറ്റം എന്നുള്ളത് ശീലം മാത്രമല്ല, അത് ഓർമ്മയുണ്ട്, അതിനകത്ത് ചിന്തയുണ്ട്, വികാരമുണ്ട്, നമ്മുടെ ശാരീരിക ശേഷിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രതിഫലനമാണ് പ്രതികരണം എന്ന് പറയുന്നത്. ആ പ്രതികരണമല്ല പെരുമാറ്റം എന്ന് പറയുന്നത്. ആ പെരുമാറ്റം എന്ന കാര്യത്തിലും നമ്മൾ ഈ വിധത്തിലുള്ള ചില പാകപ്പെടുത്തലുകൾ കൊണ്ടുവരണം. ആ പാകപ്പെടുത്തൽ കൊണ്ടുവരച്ചാൽ അതിനെ സപ്രസ് ചെയ്യുകയല്ല വേണ്ടത്, അതിനെ അറിഞ്ഞ് സാക്ഷ്യം വഹിച്ച് സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുക, വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുക. അപ്പൊ പെരുമാറ്റം എന്നുള്ളതിന് ഒരു ഒരു ചിട്ട വരും. ആ ചിട്ടയ്ക്കനുസരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അടുത്തൊരു തലമാണ് ആത്മീയ തലം എന്ന് പറയുന്നത്. ഈ ആത്മീയ തലത്തിൽ പ്രധാനമായിട്ടും ആത്മീയം എന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആത്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ബോധം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ബോധമാണ് ആത്മത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മുടെ ബോധം, പ്രകൃതിയുടെ ബോധം, നമ്മുടെ ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ ബോധം, ഇവയെല്ലാം തമ്മിൽ ബന്ധം വേണം. കോശത്തിന്റെ ബോധം, ഇവയെല്ലാം തമ്മിൽ ഒരു സുതാര്യ ബന്ധം ഉണ്ടാവണം. ആ സുതാര്യത അനുഭവിക്കണമെങ്കിൽ, സുതാര്യത അറിയണമെങ്കിൽ നമ്മൾ അതിനകത്തൂടെ യാത്ര ചെയ്യണം. അതായത് ബോധത്തിന്റെ ഓരോ തലങ്ങളിലൂടെ യാത്ര ചെയ്യണം. അപ്പോൾ നേരത്തെ മനസ്സിനെ കുറിച്ച് പറഞ്ഞ ആ തലങ്ങളിൽ ഇപ്പോൾ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്, ശിക്ഷിതാവബോധ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ. പ്രകട മനസ്സ്, പ്രതിമനസ്സ് എന്ന് പറഞ്ഞ ഈ മനസ്സിന്റെ തലങ്ങൾ തമ്മിലുള്ള ഒരു സുതാര്യത ഉണ്ടാവണം. അതിന് ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. ആ പരിശീലനത്തെ കണക്ട് ചെയ്യുന്നത് പ്രാണനം എന്നുള്ള പ്രാണന്റെ ചലനത്തിന്റെ പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യും. നമ്മൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നു അവിടേക്ക് നമ്മുടെ ഊർജ്ജം ഒഴുകും, ചൈതന്യം ഒഴുകും. ആ ചൈതന്യം ഒഴുകുന്ന ഇടം ശക്തിപ്പെടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനെ ശ്രദ്ധിക്കണം? ഉചിതമായ എടുത്ത് ശ്രദ്ധിക്കണോ, അനുചിതമായ എടുത്ത് ശ്രദ്ധിക്കണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ വിധത്തിലെല്ലാമുള്ള പ്രാക്ടീസുകൾ, പ്രാണനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാക്ടീസ്, ബോധത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാക്ടീസ്, ശരീര ചലനങ്ങളോടുകൂടിയുള്ള പ്രാക്ടീസ്, ഈ വിധത്തിലുള്ള വിവിധ തരം പ്രാക്ടീസുകളിലൂടെയാണ് ആത്മീയമായ മാറ്റത്തിന് ആപ്തയാനം നിങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതല്ലാതെ ചില സ്പെഷ്യൽ ചേഞ്ചസ്, പ്രത്യേക മാറ്റങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്, അത് നമ്മുടെ ആജ്ഞാശക്തിയുമായി ബന്ധപ്പെട്ടത് ആണ്. നമ്മുടെ ആജ്ഞാശക്തി കൃത്യമാണെങ്കിൽ നമുക്കൊരു മാറ്റം വേണമെന്ന് തോന്നിയാൽ നമ്മൾ അതിനകത്ത് ഉറച്ചു നിൽക്കും, ഡിറ്റർമിനേഷനിലാവും നമുക്ക്. പക്ഷെ പലപ്പോഴും അങ്ങനെ പറ്റാറില്ല. നമ്മൾ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നടക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മാറ്റം വരുന്നത്? എന്തുകൊണ്ടാണ്? ആജ്ഞാശക്തിയുടെ കുറവാണ്. അതിനെ ആജ്ഞാശക്തി ഉയർത്തണമെങ്കിൽ ശാരീരികമായി, ആത്മീയമായി നമ്മളിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാകേണ്ടത് അത് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. തീരുമാനങ്ങൾക്ക് വ്യക്തത വരും, ദിശ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ക്ലിയറാണ്. അതിനനുസരിച്ച് വളരെ ശരിയായ ദിശയിൽ, ശരിയായ ആക്കത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അത് വരണമെങ്കിൽ ആദ്യം ഈ പറയുന്ന ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ശാരീരിക ശേഷി ഉണ്ടാവണം, മാനസിക ശേഷി ഉണ്ടാവണം, ആത്മീയ ശേഷി ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കാര്യങ്ങളെ നടപ്പിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു തരം മാറ്റം എന്ന് വെച്ചുള്ളത് ഈ നിർണയാത്മകമായ, നിശ്ചയാത്മകമായ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനം എടുക്കുന്നതാണ്. ഇനി പരിവർത്തനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാറ്റമുണ്ട്.
ഗുണപരമായ മാറ്റം, അത് അല്ലെങ്കിൽ നമുക്ക് വിശിഷ്ടമായ മാറ്റം എന്ന് പറയാം. അത് ഈ ട്രാൻസെൻഡന്റൽ എന്ന് പറയുന്ന ആ ഒരു രീതിയാണ്. ട്രാൻസെൻഡന്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ആഴത്തിലുള്ള മാറ്റം കൊണ്ടുവരിക. എങ്ങനെയാണ് സ്വഭാവത്തിൽ മാറ്റം വരും? സ്വഭാവം എന്ന് വെച്ചാൽ ജന്മസിദ്ധമായി കിട്ടുന്നതല്ല, സ്വഭാവമാണ്. അതിനെങ്ങനെ മാറ്റം വരും? നമ്മളിവിടെ പറയുന്നല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സ്വത്വത്തെ പല വിധത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് ഇന്നത്തെ ഞാനായി നിൽക്കുന്നത്. നമ്മുടെ വാസനകളും ചോദനകളും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്വഭാവത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക തരുന്നുണ്ട്. അതിലേക്ക് പോകാനുള്ള പ്രവണത നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ വിറ്റ്നസ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും അതിലേക്കുള്ള ഒരു പരിവർത്തനം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താണോ അതിന്റെ ബോധത്തെ ഉയർത്തുക, നമ്മളുടെ അവയർനെസ് സ്റ്റേറ്റ് ഉയർത്തുക. ആ അവയർനെസ് സ്റ്റേറ്റ് ഉയർത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിന്റെ വിശിഷ്ട ഭാവങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ സംഗീതം ഉണ്ടെന്നിരിക്കട്ടെ, സംഗീതത്തോടുള്ള താല്പര്യമാണ്, പക്ഷെ ദിവസം മുഴുവൻ നിങ്ങൾ ജീവിതത്തിന്റെ തിരക്കുകളിലാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സംഗീതത്തെ തിരിച്ചെടുക്കുക തന്നെ വേണം. നിങ്ങൾ സംഗീതത്തിലേക്ക് നിങ്ങളെ അർപ്പിക്കുക തന്നെ വേണം. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളിൽ ആ ഒരു മാറ്റം ഉണ്ടാവും. അവിടെ ഉണ്ടാവണമെങ്കിൽ സംഗീതത്തിന്റെ മുകളിലുള്ള താല്പര്യത്തെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ ശരീരത്തിന് സംഗീതത്തിലുള്ള താല്പര്യത്തെ അറിയണം. സംഗീതം എന്നുള്ളത് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബോധത്തെ ഉണർത്തി ഉയർത്തി സംഗീതാത്മകമായ രീതിയിൽ നിലനിർത്തണം. അതിനോട് അനുരൂപപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ചേഞ്ചസ് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുക? അതിനൊക്കെയുള്ള പലതരം പ്രാക്ടീസുകൾ ആത്മയാനം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ മാറ്റത്തിന്റെ ഒരു ഡിറക്ഷൻ എന്ന് പറയുന്നത്. ഏതു വഴിക്കാണ് മാറേണ്ടത്? ഞാൻ ലോകത്തെ കാണുന്ന സമയത്ത് ലോകം വല്ലാതെ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നു, അഡ്വാൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അതിനനുസരിച്ച് എന്നെ മാറ്റിയെടുത്തില്ലെങ്കിൽ എനിക്ക് ജീവിതം ബുദ്ധിമുട്ടാണ്. ശരിയാ, അതിനനുസരിച്ച് മാറ്റിയെടുത്തെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ UPI ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് നടക്കില്ല, നമ്മൾ വാഹനം ഉപയോഗിച്ചില്ലെങ്കിൽ യാത്ര നടക്കില്ല. ഇതിങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ഥാനാന്തരീയം, ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരീയം, ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ നമ്മളൊരു ദൂരത്തേക്കുള്ള ഒരു യാത്രയാണ് നമുക്ക് ഉണ്ടാവുക, ഒരു സ്ഥാനമാറ്റമാണ് ഉണ്ടാവുക. ഈ സ്ഥാനമാറ്റം നമ്മുടെ ശരീരത്തിലും ജീവനിലും ധർമ്മത്തിലും ഉണ്ടാക്കുന്ന മാറ്റം എന്താണെന്ന് തിരിച്ചറിഞ്ഞാലോ, ഈ മാറ്റത്തോടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാട് നമ്മളോട് നിരന്തരം പറഞ്ഞു പഠിപ്പിച്ച് പ്രേരിപ്പിച്ച് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റത്തിൽ നിന്ന് മാറി നമ്മൾ യഥാർത്ഥ ഒരു ഇടത്തേക്കുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ ഉള്ളിൽ നടക്കും. സ്ഥാനം അങ്ങോട്ടേക്ക് മാറും. ആ സ്ഥാനം അങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ആദ്യം എന്താണ്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിയണം. ഞാനിപ്പോൾ ഇവിടെയാണെന്ന് അറിയണം. അപ്പൊ അതിനെ അറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അറിഞ്ഞാൽ മാത്രം മതിയോ? അത് അംഗീകരിക്കണം. ഞാൻ ഇവിടെയാണ്, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അബദ്ധം പറ്റിയെന്ന് അംഗീകരിക്കണം. ഞാനിപ്പോ ഇവിടെയാണെന്ന് മനസ്സിലായാൽ ഇവിടെയാണെന്ന് അംഗീകരിക്കണം. ഈ അംഗീകരിച്ചിട്ട് നമ്മൾ എവിടേക്ക് മാറണം എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ട് അത് മാറാനുള്ള ടൂളുകൾ എന്താന്ന് വെച്ചാൽ അത് പ്രയോഗിക്കുക, ശ്രദ്ധയോടെ പ്രയോഗിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും പുറത്തു നിന്നും അകത്തേക്കാണ് നമുക്ക് ആ ഒരു മാറ്റത്തിന്റെ ദിശ വേണ്ടതെന്ന്. ആ ദിശ അകത്തുനിന്നും പുറത്തേക്കല്ല, പുറത്തുനിന്ന് അകത്തേക്കാണ് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ അകത്തേക്കുള്ള ദിശയിൽ തന്നെ എവിടെയെല്ലാമാണ് പോകേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ ഊർജം നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ഊർജത്തെ വലിച്ചുള്ളിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. വലിച്ചുള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ശരിക്കും ശ്വാസം എങ്ങോട്ടാണ് പോവുക? അത് അധോ ദിശയിലേക്കാണ് പോവുക. ഒരു പമ്പരം പ്രവർത്തിക്കുന്ന സമയത്ത് അത് ഡൈനാമിക് ആയിട്ട് നിൽക്കുമ്പോൾ അത് തിരിഞ്ഞ് ഭൂമിക്ക് എതിർ ദിശയിൽ, അതിനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് എതിർ ദിശയിൽ തല ഉയർത്തി നിൽക്കും. ഒരു ചെടി മുളയ്ക്കാനായിട്ട് നമ്മളൊരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ താഴേക്കാണ് അത് കുഴിച്ചിട്ടതെങ്കിലും വേരുകൾ താഴത്തേക്കാണ് പോകുന്നതെങ്കിലും ഇതിന്റെ ഡൈനാമിക്സ് എന്നുള്ളത് ഉയർന്ന മുകളിലേക്കാണ് വരിക. അതുപോലെ നിങ്ങളിപ്പോ പ്രാണനെ എടുക്കുന്നു, ശ്വാസത്തെ എടുക്കുന്ന സമയത്ത് ശ്വാസത്തിന്റെ ദിശ നേരെ താഴത്തേക്കാണെങ്കിലോ, നിങ്ങളുടെ അടിവശത്തുള്ള കാര്യങ്ങൾ, ഓർഗൻസ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങളുടെ ഉയർച്ച, ജീവിതത്തിലെ ഉയർച്ച, ചിന്തയുടെ ഉയർച്ച, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ആരോഗ്യത്തിന്റെ ഉയർച്ച, നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ ഉയർച്ച ഉണ്ടാവില്ല. അപ്പോൾ അത് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു മാറ്റത്തിന്റെ ദിശ പുറത്തുനിന്നും അകത്തേക്കാണെന്ന്. പുറത്തുനിന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഏത് ദിശയിലേക്ക് തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു ദിശാബോധം ഉണ്ടാകും. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആ തുടക്കത്തിൽ ശീലം, പിന്നെ സ്വഭാവം, ബോധം, അങ്ങനെ ഈ രീതിയിൽ നമ്മളിലൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഫലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവും, അബ്സല്യൂട്ട് ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കാറും കൊണ്ട് മുൻപോട്ട് പോകുന്നു, ക്ലാരിറ്റി ഇല്ലെങ്കിൽ കാർ കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. ക്ലാരിറ്റിയും കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് മനസ്സിലായി മുമ്പോട്ട് വഴിയില്ല, മതിൽ കെട്ടിയിരിക്കണം, അടഞ്ഞിരിക്കണം, വണ്ടി അവിടെ ഇട്ട് തിരിച്ചു പോകണം എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. പക്ഷെ തിരിച്ചു പോകാൻ കഴിയുമല്ലോ, മതിൽ ചെന്ന് ഇടിച്ചു കയറ്റല്ലോ വേണ്ടത്. നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് അതിനാണ്. മുൻപോട്ട് പോകണോ, ഏത് വശത്തേക്ക് പോകണം, എങ്ങനെ പോകണം, എന്തുകൊണ്ട് പോകണം, എത്ര പോകണം എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തീരുമാനം എടുക്കണമെങ്കിൽ വ്യക്തത വരണം. ആ വ്യക്തതയാണ് ഈ പറയുന്ന അകം യാത്രയിൽ നിന്ന് ഈ നമ്മൾ പരിവർത്തനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മയാനത്തിൽ നമുക്കുണ്ടാകേണ്ട പരിവർത്തനം ഈ വിധത്തിലാണ് ഉണ്ടാകുന്നത്, വ്യക്തത ഉണ്ടാവുക എന്നുള്ളത്. വ്യക്തത ഉണ്ടായി കഴിയുമ്പോൾ അടുത്തത് എന്താണ്? നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മുടെ ശരീരത്തിന്റെ ദിശ, ജീവന്റെ ദിശ, പ്രാണന്റെ ദിശ, ഊർജത്തിന്റെ ദിശ, നമ്മുടെ പരിവർത്തനത്തിന്റെ ദിശ, ഈ ഒരു ദിശയുടെ മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവണം. എത്രത്തോളം മാറണം? ഞാൻ മാറാൻ തീരുമാനിച്ചു, എന്താ പിന്നെ ഈ കെട്ടിടത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്, ഞാൻ ഭൂമിയിലേക്ക് എത്താൻ തീരുമാനിച്ചു, എന്താ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ മാറിയേക്കുന്നത്, അവിടെ നിന്ന് എടുത്ത് ചാടിയാലോ, തീർന്നു പോകും. അങ്ങനെയല്ല വേണ്ടത്. അത് ശരിക്കും റെഗുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണം എന്നുള്ള അതിനനുസരിച്ച് ഒരു സെൽഫ് റെഗുലേഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. അത് ബാലൻസ്ഡ് ആയിരിക്കും. പൂർവം എന്താണ്, ഇപ്പോഴെന്താണ്, നാളെ എന്താണ്, എന്റെ അകത്തെന്താണ്, പുറത്തെന്താണ്, എന്നിൽ ഉള്ളത് എന്താണ്, ഇല്ലാത്തത് എന്താണ്, എന്റെ കൂടെയുള്ളത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പോളുകളെ, നമ്മുടെ പൊളാരിറ്റികളെ, നമ്മുടെ ധ്രുവതകളെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ ബാലൻസ് എന്ന് പറയുന്നതും ഈ ആത്മയാനം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതിൽ പല ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ പ്രാണനം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയകളിലുള്ള പ്രാക്ടീസുകൾ വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലൂടെ നമ്മൾ എത്തുക എന്നുള്ളത് എന്താ പറയാ, നമുക്ക് ഒരു വിശിഷ്ടമായിട്ടുള്ള ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു ജീവിതക്രമത്തിലേക്കാണ് നമ്മൾ എത്തുക. അതിന് ക്രമമുണ്ട്, അത് താളാത്മകമായ ക്രമമുണ്ട്. അത് നിങ്ങൾക്ക് താളം കൂടിയ ഒരാളാണെങ്കിൽ താളാത്മക ക്രമത്തിലെത്താം, താളം കുറഞ്ഞ ഒരാളെങ്കിൽ താളാത്മക ജീവിതത്തിൽ എത്താൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയില്ല. നമുക്ക് ഇതിന്റെ ഒരു മിഡ് വേ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് താളം വേണ്ട, താളം ഇല്ലായ്കയും വേണ്ട, അതിനിടയിലുള്ള ഒരു മിഡ് വേ ആണ് എടുക്കേണ്ടത്. ഇതൊരു ജീവിത പശ്ചാത്തലമായിട്ട്, ജീവിത പരിസ്ഥിതിയായിട്ട്, ജീവിത ക്രമമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കും. അപ്പൊ അതിലേക്ക് എത്തുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ആത്മയാനത്തിന്റെ പരിവർത്തന പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാകുന്നത്. അപ്പോ മനസ്സിലാക്കുക, മാറ്റം എന്നത് ഒരു ശീലമാറ്റം അല്ലെ അറിവിന്റെ മാറ്റം മാത്രമല്ല, അത് ബോധത്തിന്റെ ഒരു ഉയർച്ചയാണ്, ബോധത്തിന്റെ ഒരു വികാസമാണ്. നമ്മൾ അവയർനെസ് ലെവൽ എവിടേക്ക് മാറുന്നു അതിനനുസരിച്ച് നമ്മൾ പരിവർത്തനം ഉണ്ടാവും. ആ അവയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അവയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശ്യമാണ്, ലക്ഷ്യമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. ജീവന്റെ അടിസ്ഥാന ഉദ്ദേശ്യം തന്നെ, അടിസ്ഥാന ഉദ്ദേശ്യങ്ങളിൽ ഒന്ന് ബോധത്തിന്റെ വികാസമാണ്. അവയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെൽഫ് അവയർനെസ്സിലേക്ക് എത്തുക, എന്താ പറയുക, സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുക, സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാത് സമയത്ത് വേണ്ടുന്ന റിയലൈസേഷൻ, ആക്ച്വലൈസേഷൻ ഒക്കെ അതാത് സമയത്ത് സംഭവിക്കുന്നുണ്ട്. ആ പ്രോസസ് കൃത്യമായി കടന്നു പോകുവാനാണ് ആത്മയാനം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആത്മയാനത്തിന്റെ പരിവർത്തന പ്രക്രിയ എന്ന് പറയുന്നത് ഗുണപരമായ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവിടെ ശീലങ്ങളും ചിന്തകളും വികാരങ്ങളും എല്ലാം പുനഃക്രമീകരിക്കേണ്ടി വരും. അതിന് ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകേണ്ടി വരും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പോടുകൂടെ വേണം ആത്മയാനത്തിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ എവിടെയൊക്കെയാണ് വേണ്ടത്, എവിടെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഒളിമ്പസിന്റെ പാതയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ എത്രത്തോളമാണ് മാറ്റം വന്നത്, ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, നിങ്ങളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞത്, തിരിച്ചറിയാതെ പോകുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇനി പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുക. അതുമായി തുടർ പാഠങ്ങളിലൂടെ നമുക്ക് നാളെ വീണ്ടും പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.